അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുക്ക് ചെയ്യുന്നത് അമ്മയാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ നല്ല അടിപൊളി ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല നാടൻ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മീനിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ എറിയൻ എന്ന് പറയും. എറിയനും കൈച്ചലുമാണ് കേട്ടോ. ഇങ്ങനെ രണ്ട് മീനാണ് ഉള്ളത് നമുക്ക് കറി വെക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഒരു മീൻ മാത്രം നമ്മളിപ്പോൾ വെക്കുന്നുള്ളൂ കേട്ടോ. രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ് വെക്കുന്നത്. ഇപ്പോൾ ഒരു മീൻ ഞാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് മുളകിട്ടിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ മീനൊക്കെ മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്ത് പേരാണ് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു 3-4 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതാ ചൂടായ എണ്ണയിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതിന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ആ ഒരു ബ്ലാക്ക് കളർ വരുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ കുരുമുളക് മൂപ്പിച്ചെടുത്തില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം മുളക് പൊടി നമ്മൾ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു 4 ടീസ്പൂണ് കുരുമുളക് പൊടി നമ്മൾ ചേർത്തുകൊണ്ട് 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ പുളി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ മീൻ പുളി ഇടാണ്ട് തന്നെ നമ്മുടെ ഈ തക്കാളി ഇട്ടിട്ടില്ല ആ ഒരു പുളിയിലാണ് കേട്ടോ ഈ ഒരു മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിൽ പുളി ചേർക്കുന്നില്ല, പകരം തക്കാളിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പച്ചമുളകും കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ഇതൊന്ന് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. അപ്പം ഞാൻ ഗ്യാസിലൊന്നല്ല കുക്ക് ചെയ്യുന്നത്, ഈ ഒരു മൺചട്ടിയിൽ വെച്ചിട്ട് പുറത്ത് അടുപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്താണ് കേട്ടോ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മീൻ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഞാൻ ഇതിലേക്ക് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വേഗം കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിക്ക് നമ്മുടെ അടുപ്പിൽ റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കറി നന്നായിട്ടൊന്ന് തിളച്ചിട്ട് അത് ആ ഒരു ചാറൊക്കെ വറ്റി വരണം കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞാനൊരു തക്കാളി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തളയിൽ വരുമ്പോഴാണ് കേട്ടോ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആ മൺചട്ടിയിൽ ഇരുന്നിട്ട് നമ്മുടെ കറി അടിപൊളി ടേസ്റ്റാണ്. നമ്മളിങ്ങനെ മൺചട്ടിയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അടുപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മുടെ മീൻകറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രം മതി നമുക്കിന്ന് ചോറിന്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വേഗം വരാം. അതുവരേക്കും ബൈ.